ദിവസങ്ങളിൽ ഇറങ്ങിയ സർക്കാരിന്റെ പുതിയ വിജ്ഞാപനം, ഇതിപ്പോൾ കരട് വിജ്ഞാപനമാണ്. അത് വിജ്ഞാപനമാവുന്ന മുറയ്ക്ക് അതിൽ പറയുന്ന തുക എത്രയാണെങ്കിലും അത് കൊടുക്കാനായിട്ട് കാരിത്താസ് ആശുപത്രി ബാധ്യസ്ഥമാണ്. നമ്മൾ സാധാരണ ജോലി ചെയ്യുന്ന ഒരാളോട് നിങ്ങളുടെ ശമ്പളം എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും അവർക്ക് ലഭ്യമാകുന്ന ശമ്പളം എത്ര രൂപ ലഭിക്കുന്നുണ്ടോ അതാണ് പറയേണ്ടത്, അതാണ് പറയാറുള്ളത്. അടിസ്ഥാന ശമ്പളം തീരുമാനിക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ജില്ലാ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്താനായിട്ട് തീരുമാനിച്ച ചർച്ചയിൽ പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത കാലത്തായി കാരിത്താസ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ചില തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സമുദായ സംഘടനാ നേതാക്കൾ ഈ തെറ്റിദ്ധാരണകൾ തിരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. കാരിത്താസ് ആശുപത്രി കോട്ടയം അതിരൂപതയുടെ ഒരു സ്ഥാപനമാണ്, ക്നാനായ സമുദായത്തിൻ്റെ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ക്നാനായ സമുദായ അംഗങ്ങളായ ഞങ്ങൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും കടമയുമാണ്. കാരിത്താസ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് 28,000 രൂപ മുതൽ 53,000 രൂപ വരെ ലഭ്യമാകുന്നുണ്ട്. അതിൽ കുറഞ്ഞ ശമ്പളക്കാരും തന്നെ ഇവിടെ ഇല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയുണ്ടായി. കാരിത്താസ് ആശുപത്രിയിലെ ചില നേഴ്സുമാരോട് നിങ്ങളുടെ ശമ്പളം എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ ബോധപൂർവം അവരുടെ ബേസിക് പേ മാത്രമേ പറയാറുള്ളൂ. പക്ഷേ നമ്മൾ സാധാരണ ജോലി ചെയ്യുന്ന ഒരാളോട് നിങ്ങളുടെ ശമ്പളം എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും അവർക്ക് ലഭ്യമാകുന്ന ശമ്പളം എത്ര രൂപ ലഭിക്കുന്നുണ്ടോ അതാണ് പറയേണ്ടത്, അതാണ് പറയാറുള്ളത്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ 28,000 രൂപ മുതൽ 53,000 രൂപ വരെ ലഭിച്ചിട്ടും 46,000, 49,000, 50,000 ഇങ്ങനെ പല റേഞ്ചുകളിൽ ശമ്പളം ലഭിക്കുന്നവരും ഇതിൽ പലരും അവരുടെ ബേസിക് പേ മാത്രം പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്. കാരിത്താസ് നഴ്സിംഗ് കോളേജിൽ പഠനം കഴിഞ്ഞ് കാരിത്താസ് ആശുപത്രിയിൽ ട്രെയിനി ആയിട്ട് കയറുന്ന ആളുകൾക്ക് 10,000 രൂപ സ്റ്റൈഫൻഡ് കൊടുക്കണമെന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശമെങ്കിലും 20,000 രൂപ ഇവിടെ കൊടുക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരിത്താസ് ആശുപത്രി സമരം നടത്തുന്നവരോട് ചർച്ചയ്ക്ക് തയ്യാറായില്ല എന്ന് പലരും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി കുറ്റപ്പെടുത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സമരത്തിന് കാരിത്താസ് ആശുപത്രിയിൽ നോട്ടീസ് കൊടുത്തപ്പോൾ തന്നെ കാരിത്താസ് ആശുപത്രി അധികൃതർ കോട്ടയം ജില്ലാ ലേബർ ഓഫീസറുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ചർച്ചയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ആ വിവരം സമരത്തിന് നോട്ടീസ് കൊടുത്തവരെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ജില്ലാ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്താനായിട്ട് തീരുമാനിച്ച ചർച്ചയിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ചർച്ചയ്ക്ക് തയ്യാറായി ചെന്നെങ്കിലും സമരത്തെ നോട്ടീസ് കൊടുത്തവരാരും അതിൽ പങ്കെടുക്കാതെ ആ ചർച്ച ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ ആരും സമരത്തിനെതിരോ സമരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ അധിക്ഷേപിക്കാൻ ഒന്നുമല്ല ഇവിടെ കൂടിയിരിക്കുന്നത്. നമ്മൾ കൂടിയിരിക്കുന്ന കാരിത്താസ് ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ തെറ്റിദ്ധാരണകൾ, അത് ബോധപൂർവ്വം അല്ലാതെ ഉണ്ടായ തെറ്റിദ്ധാരണകൾക്ക് മറുപടി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. നിങ്ങൾക്കറിയാവുന്ന പോലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 2018 ശമ്പളം സംബന്ധിച്ച് സർക്കാർ ഇറക്കിയ വിജ്ഞാപനം, അതിന് മുമ്പ് 2013 വിജ്ഞാപനം, ഈ വിജ്ഞാപനത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ എത്രയോ അധികമായ തുകയാണ് ശമ്പളമായിട്ട് ഈ കഴിഞ്ഞ കാലയളവിൽ മുഴുവൻ കാരിത്താസ് ആശുപത്രി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കുന്ന ഒരു ആശുപത്രി അത് കാരിത്താസ് ആശുപത്രിയാണെന്നുള്ള കാര്യത്തിൽ ഈ ദിവസങ്ങളിൽ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള വ്യക്തത വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങിയ സർക്കാരിന്റെ പുതിയ വിജ്ഞാപനം, അതിപ്പോൾ കരട് വിജ്ഞാപനമാണ്. അത് വിജ്ഞാപനമാവുന്ന മുറയ്ക്ക് അതിൽ പറയുന്ന തുക എത്രയാണെങ്കിലും അത് കൊടുക്കാനായിട്ട് കാരിത്താസ് ആശുപത്രി ബാധ്യസ്ഥമാണ്. അത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് സമുദായ സംഘടനാ നേതാക്കന്മാരെന്ന രീതിയിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഉറപ്പുവരുത്തും. ഒരു പൗരന്റെ അല്ലെങ്കിൽ അടിസ്ഥാന ശമ്പളം തീരുമാനിക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. സർക്കാർ എത്രയും വേഗം ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുക. ആ തീരുമാനം എടുക്കുന്ന മുറയ്ക്ക് പുതിയ വിജ്ഞാപനം ആവുന്ന മുറയ്ക്ക് അതനുസരിച്ചുള്ള ശമ്പളം കൊടുക്കാനായിട്ട് കാരിത്താസ് മാനേജ്മെന്റ് തയ്യാറാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ അറിയിക്കാം. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കാരിത്താസ് ആശുപത്രി ഒരു കോർപ്പറേറ്റ് സ്ഥാപനമല്ല, കാരിത്താസ് ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ 2023-24 കാലഘട്ടത്തിൽ 25 കോടി രൂപയോളം കാരിത്താസ് ചാരിറ്റിക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട്. 24-25 കാലഘട്ടത്തിൽ 30 കോടിക്ക് മുകളിൽ ചാരിറ്റിക്ക് വേണ്ടി. ഇതൊക്കെല്ലാം കൃത്യമായ കണക്കുകൾ ഇവിടെ ലഭ്യമാണ്. ഓഡിറ്റ് റിപ്പോർട്ട് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട സകല രേഖകളും ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻ ലെറ്ററോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കത്തുകളായി വന്നു കഴിഞ്ഞാൽ കാരിത്താസിൽ ആവശ്യമായിട്ടുള്ള റിഡക്ഷൻ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിലും നമുക്ക് അറിയാൻ തർക്കമില്ല. അപ്പോൾ ഈ പറഞ്ഞ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന നിലയിൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പണം അത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റത്തില്ല. ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന നിലയിൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പണം അത് ഈ ആശുപത്രിയുടെ തന്നെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയാണ് പൂർണ്ണമായിട്ടും വിനിയോഗിക്കുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിന്റെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കുന്ന പണം
അതുമൂലം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം എത്രയോ കുടുംബങ്ങളാണ് നിലവിൽ കാരിത്താസ് മൂലം ഉപജീവനം നടത്തുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് കാരിത്താസ് ആശുപത്രിയിൽ ജോലി ലഭിക്കാനും ജീവിക്കാനും കാരണമാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് കൂടുതലായിട്ട് വളരാനായിട്ട് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് അനിവാര്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ ഒരു കാര്യം ശ്രദ്ധപ്പെടുത്താനുള്ളത്, അടുത്ത കാലങ്ങളായിട്ട് കാരിത്താസ് മാതാ പോലുള്ള വിവിധ ഹോസ്പിറ്റലുകൾ നമ്മൾ അതിൻ്റെ ഏറ്റെടുത്തിട്ടുണ്ട്. അത് കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ കാറ്റഗറിയിലല്ല അത് വരിക. എന്നിരുന്നാൽ പോലും അക്കാലഘട്ടത്തിൽ അവിടെ ആയിരുന്ന സ്റ്റാഫിന് ലഭ്യമായിരുന്ന സാലറിയേക്കാൾ മികച്ച സാലറി തന്നെയാണ് കാരിത്താസ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത്തരത്തിൽ ഒരു കൺഫ്യൂഷൻ നമ്മുടെ ആൾക്കാരുടെ ഇടയിലുണ്ട്. എന്തുകൊണ്ടാണ് കാരിത്താസിൽ ലഭ്യമാകുന്ന അതേ സാലറി കാരിത്താസ് ഏറ്റെടുത്തിട്ടുള്ള കാരിത്താസ് മാതാ പോലുള്ള മറ്റു ഹോസ്പിറ്റലുകളിൽ ഇല്ല എന്നുള്ള ഒരു ചോദ്യം അനേകരുടെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പം അതിൻ്റെ കാരണം ഇതാണ്, അത് വേറൊരു കാറ്റഗറിയാണ്. അതിൻ്റെ ബെഡ് കപ്പാസിറ്റി കുറവാണ്. 300 ബെഡിൽ താഴെ വരുന്ന ഹോസ്പിറ്റലിൽ ആ കാറ്റഗറിയിലാണ് വരിക. അത്തരം ഹോസ്പിറ്റലുകളിൽ പോലും ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന സാലറി സ്കെയിലിനേക്കാൾ കൂടുതൽ തുകയാണ് കാരിത്താസ് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരിത്താസ് ആശുപത്രിയുമായി വളരെ അടുത്ത് ഇടപഴകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇവിടുത്തെ സ്റ്റാഫിന് കാരിത്താസ് ഹോസ്പിറ്റൽ നൽകുന്ന പരിഗണന എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം ഏകദേശം 10 വീടുകൾ പൂർണ്ണമായി കാരിത്താസ് ഇവിടുത്തെ സ്റ്റാഫിന് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അതുപോലെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ വെൽഫെയറിൻ്റെ കാര്യത്തിൽ ആശുപത്രി വളരെ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ കുട്ടികളുടെ സ്കൂൾ ആരംഭിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടുന്ന പഠന ഉപകരണങ്ങൾ ഒക്കെ ആശുപത്രി അവർക്ക് പൂർണ്ണമായും സൗജന്യമായി നൽകുന്നുണ്ട് എന്നുള്ള കാര്യവും എനിക്ക് ബോധ്യമുള്ളതാണ്. അതുപോലെ കുട്ടികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പ്, മറ്റ് ഒത്തിരി ഏറെ കാര്യങ്ങളുണ്ട്. ഇത് ഇങ്ങനെ ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങൾ വളരെ കുറവായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. കാരിത്താസ് ഹോസ്പിറ്റലിലെ ജീവനക്കാരെ സംബന്ധിച്ച് ലീവിന്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ 12 കാഷ്വൽ ലീവ്, 12 ഏൺഡ് ലീവ്, 12 സിക്ക് ലീവ് കൂടാതെ 13 ഹോളിഡേ ലീവ് ലഭ്യമാണ്. കാരിത്താസ് ഹോസ്പിറ്റലിലെ മാനേജ്മെന്റും സ്റ്റാഫും തമ്മിലുള്ള സൗഹൃദ ബന്ധം വളരെ മികച്ച രീതിയിലാണ് പോകുന്നത്. അത് ഇവിടുത്തെ സ്റ്റാഫ് എന്ന നിലയിൽ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. കഴിഞ്ഞ 65 വർഷത്തോളമായി ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന കാരിത്താസ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. കാരിത്താസ് ഹോസ്പിറ്റലിൽ പഠിക്കുകയും ഇവിടെ ജോലി ചെയ്യുകയും ചെയ്തവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും ഈ ഹോസ്പിറ്റലിന്റെ സ്നേഹം അവർ അനുഭവിച്ചറിഞ്ഞതുമാണ്. കാരിത്താസ് ആശുപത്രിയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരുണ്ട ദിനത്തിൽ കൂടിയാണ് കടന്നുപോയത്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ സ്ഥാപനം പൂർണ്ണമായും പ്രവർത്തിച്ചു തുടങ്ങി എന്നറിയിക്കുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആശുപത്രിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച നഴ്സുമാർക്ക്, പ്രത്യേകിച്ച് ഈ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ ആശുപത്രി പ്രവർത്തനവുമായി സഹകരിച്ച നഴ്സുമാരെ എല്ലാവരും നന്ദിയോടെ ഓർക്കുന്നതോടൊപ്പം നമ്മുടെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ച് മറ്റ് എല്ലാ ജീവനക്കാരെയും നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സമുദായത്തിന് അഭിമാനമായ കാരിത്താസ് ആശുപത്രി ഇനി ഏത് പ്രതിസന്ധി ഘട്ടമുണ്ടായാലും തരണം ചെയ്യുന്നതിന് കോട്ടയം അതിരൂപതയുടെ സമുദായ അംഗങ്ങൾ ഒപ്പമുണ്ടാകുമെന്നുള്ള ഉറപ്പ് ഈ അവസരത്തിൽ നൽകുന്നു.